അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഉള്ളത് പരിശുദ്ധമായ പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലാണ്. ഈ മാസത്തിന് വലിയ മഹത്വങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിന രാത്രങ്ങൾ വളരെ മഹത്വമുള്ളതാണ്, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടതാണ്. എന്നാൽ ഈ മാസത്തിൽ നാം സ്മരിക്കുന്ന വലിയ മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടുത്തെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായാധിക്യത്തിൽ നൽകിയ സ്വന്തം മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ തൻ്റെ പ്രീതിക്ക് വേണ്ടി ബലിയറുക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ജീവിതം മുഴുവനും എല്ലാം റബ്ബിന് വേണ്ടി സമർപ്പിച്ച് സമർപ്പണത്തിൻ്റെ ഇതിഹാസ ചരിത്രം സൃഷ്ടിച്ച മഹാനാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നു, സ്വന്തം മകനെ ബലിയറുക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറ്റൊന്നും ചിന്തിച്ചില്ല, തൻ്റെ മകനെ ബലിയറുക്കാൻ തയ്യാറായി, തൻ്റെ മകനെ റബ്ബിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ വലിയ സംഭവത്തിന് സാക്ഷിയായ മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. ആ വലിയ സമർപ്പണത്തിൻ്റെ, ആ ത്യാഗോജ്വലമായ പ്രവർത്തനത്തെ സ്മരിച്ചുകൊണ്ടാണ് നാം ഉലഹിയത്ത് കർമ്മം നിർവഹിക്കുന്നത്. ആ ഉലഹിയത്ത് കർമ്മത്തിൻ്റെ എല്ലാ വിഷയങ്ങളും, എല്ലാ മഹത്വങ്ങളും, അത് നിർവഹിക്കേണ്ട രൂപവും എല്ലാം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു ബഹുവന്യരായ അബ്ദുൽ ജലീൽ സഖാഫി ഉസ്താദ്, മർക്കസിലെ പ്രധാന മുദരിസും സമസ്ത മുഷാവറ അംഗവുമായ ഉസ്താദ് അവറുകൾ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. ഉലഹിയ്യത്ത് സുന്നത്താണ്. നേർച്ചയാക്കുക പോലെയുള്ള മാർഗങ്ങളിലൂടെ നിർബന്ധമായി മാറുമെങ്കിലും അടിസ്ഥാനപരമായി അതിന്റെ വിധി സുന്നത്താണ്. ആർക്കെല്ലാമാണ് ഉലഹിയ്യത്ത് സുന്നത്താകുന്നത്? പെരുന്നാളിന്റെ ഒരു ദിവസം തന്റെയും താൻ ചെലവ് നൽകൽ നിർബന്ധമുള്ള ആശ്രിതരുടെയും ആവശ്യങ്ങൾ കഴിഞ്ഞ് ഉലഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ ആവശ്യമായ സമ്പത്ത് മിച്ചം വരുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും ഉലഹിയ്യത്ത് സുന്നത്താണ്. അങ്ങനെ സാമ്പത്തികമായി സാധിക്കുന്നവർ ഓരോ വർഷവും അതാത് വർഷത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പെരുന്നാളിന്റെ ഒരു ദിവസം തന്റെയും തന്റെ ആശ്രിതരുടെയും ചെലവുകൾ കഴിഞ്ഞ് ഉലഹിയ്യത്ത് നിർവഹിക്കാൻ ആവശ്യമായ സമ്പത്ത് മിച്ചമുണ്ടെങ്കിൽ ഉലഹിയ്യത്ത് സുന്നത്താണ്. ഉപേക്ഷിക്കൽ കറാഹത്താണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സുന്നത്തുള്ള കർമ്മമല്ല ഉലഹിയ്യത്ത്. ഓരോ ബലിപെരുന്നാളിനോടനുബന്ധിച്ചും നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഉലഹിയ്യത്ത് സുന്നത്താണ്, ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഉലഹിയ്യത്തിന് നിശ്ചിത മൃഗങ്ങളുണ്ട്. നഅമ്, ആട്, മാട്, ഒട്ടകങ്ങളാണ് ഉലഹിയ്യത്തിന്റെ മൃഗം. മറ്റു മൃഗങ്ങൾ ഉലഹിയ്യത്തിൽ സ്വീകാര്യമല്ല. ആട്, മാട്, ഒട്ടകം. അതിന് നിശ്ചിത വയസ്സ് നിബന്ധനയുണ്ട്. ആട് ലഇന്, മഅ്സ് 2 വകുപ്പിലുള്ള ആടുകളുണ്ട്. ലഇന് വകുപ്പിൽപ്പെട്ട ആടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാവണം, അല്ലെങ്കിൽ അതിനു മുമ്പ് പല്ല് പറിയണം എന്നതാണ് അതിന്റെ നിബന്ധന. മഅ്സ് വകുപ്പിൽപ്പെട്ട ആടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാവണം. മാട്, നമ്മുടെ നാട്ടിലെ കാള, മൂരി, പോത്ത്, പശു, എരുമ എല്ലാം മാട് എന്ന വകുപ്പിൽപ്പെട്ടതാണ്. അതെല്ലാം ഉലഹിയ്യത്തിന് സ്വീകാര്യമാണ്. അതിന് 2 വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന നിബന്ധനയുണ്ട്. ഒട്ടകത്തെയാണ് അറക്കുന്നതെങ്കിൽ 5 വയസ്സ് പൂർത്തിയാവണം. സാധാരണ നമ്മുടെ നാടുകളിൽ ആടിനെയും മാടിനെയുമാണ് ഇവിടങ്ങളിലൊക്കെ കൂടുതലും അറക്കാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ സാധാരണ ആടുകൾ മഅ്സ് വകുപ്പിൽപ്പെട്ട ആടാണ്. അതുകൊണ്ട് അതിന് 2 വയസ്സ് പൂർത്തിയാവേണ്ടതുണ്ട്. ഇവിടെയൊക്കെ വയസ്സ് തികയെന്ന് പറഞ്ഞാൽ വയസ്സ് പൂർത്തിയാവുക തന്നെ വേണം. 2ാം വയസ്സ് ആരംഭിച്ചത് കൊണ്ട് മതിയാകുന്നതല്ല. 2 പൂർത്തിയായി 3ലേക്ക് പ്രവേശിച്ചിരിക്കണം.
ഒട്ടകത്തെയാണ് ഉലഹിയത്ത് കർമ്മം നിർവഹിക്കുന്നതെങ്കിൽ 5 വയസ്സ് പൂർത്തിയായി 6-ാം വയസ്സിലേക്ക് കടന്നിരിക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്ന മൃഗമാണെങ്കിൽ വയസ്സിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. കാലിച്ചന്തകളിൽ നിന്ന് വാങ്ങുന്ന മൃഗങ്ങളാണെങ്കിൽ മൃഗത്തെ വളർത്തിയും വാങ്ങിയും വിറ്റും ഒക്കെ പരിചയമുള്ള ആളുകൾ അവരുടെ കാഴ്ചയിൽ അതിന് 2 വയസ്സ് പൂർത്തിയായിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് മാനദണ്ഡം. വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എന്നവർ പറഞ്ഞാൽ അത് അംഗീകൃതമാണ്. അതനുസരിച്ച് ഉലഹിയത്ത് കർമ്മം നിർവഹിക്കാവുന്നതാണ്. വയസ്സിന് പുറമെ ന്യൂനതകളില്ലാത്തതായിരിക്കണം എന്ന നിബന്ധനയുണ്ട്. മാംസം കുറവ് വരുന്ന ന്യൂനതകൾ ഇല്ലാതിരിക്കണം. ഇപ്പോൾ മാംസം കുറഞ്ഞിട്ടുണ്ടോ എന്നത് മാത്രമല്ല, ഇപ്പോൾ കുറവ് വന്നില്ലെങ്കിൽ പോലും മാംസം കുറയാനിടയുള്ള ന്യൂനതകളും രോഗങ്ങളും ഉണ്ടാവരുത്. മാംസ താല്പര്യക്കാർക്ക് താല്പര്യമില്ലാത്ത വിധം മെലിഞ്ഞൊട്ടിയ മൃഗം, ഭ്രാന്തുള്ളത്, ചെവി, നാവ്, അകിട്, വാല് തുടങ്ങിയവയിൽ നിന്ന് അല്പമെങ്കിലും മുറിച്ചു കളയപ്പെട്ടത്, ഒരു കണ്ണിനെങ്കിലും കാഴ്ച നഷ്ടപ്പെട്ടത്, വ്യക്തമായി മുടന്തുള്ളത്, ശക്തിയായ രോഗമുള്ളത്, കുറഞ്ഞ തോതിലാണെങ്കിൽ പോലും ചൊറി ബാധിച്ചത്, എല്ലൊടിഞ്ഞത്, ജന്മനാ ചെവിയില്ലാത്തത് തുടങ്ങിയവയൊന്നും ഉലഹിയത്തിന് പറ്റില്ല. അറവിനു വേണ്ടി മൃഗത്തെ കിടത്തുന്ന സമയത്താണെങ്കിൽ പോലും എല്ല് പൊട്ടുന്നതാതെയും പരിക്കുകൾ വരാതെയും സൂക്ഷിക്കണം. അറവിനു വേണ്ടി മൃഗത്തെ കിടത്തുന്ന രൂപത്തിലാണെങ്കിൽ പോലും എല്ല് പൊട്ടിയാൽ അത് ഉലഹിയത്തിന് ന്യൂനതയാണ്. അത് മുഖേന ഉലഹിയത്ത് ലഭിക്കുന്നതല്ല.